ഈ രാഷ്ട്രീയമായി എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യമാണ് UDF-ന്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് താഴോട്ട് പോക്കാണോ മുകളിലേക്ക് പോകലാണോ കാൻഡിഡേറ്റ് പ്രഖ്യാപനത്തോടെ? കാൻഡിഡേറ്റ് നല്ല കാൻഡിഡേറ്റ് പ്രഖ്യാപനം. ഇതിൽ ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ കെ സുധാകരന്റെ ആ വിഷയം കുറച്ച് ദിവസം വെറുതെ ഒരു അനാവശ്യ പ്രതിസന്ധി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അത്തരം വിഷയങ്ങൾക്ക് നിങ്ങൾ വാർത്തകളാണ് വേണ്ടത്, നിങ്ങൾക്ക് സെൻസേഷണൽ വാർത്തകളാണ്, അത് ഒഴിവാക്കാമായിരുന്നില്ലേ? ഇല്ല, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം. അദ്ദേഹം എന്റെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസിനൊപ്പമേ നിൽക്കുള്ളൂ, പാർട്ടിയാണ് മുകളിൽ നിന്ന്. അതിനെ ഹൈലൈറ്റ് ചെയ്യാതെ വെറുതെ നിങ്ങൾ ഇമാജിനേഷൻ, നിങ്ങൾ ഭാവനയിൽ നിന്ന് കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം ഇത്രയും വൈകി എടുത്തതല്ലേ ഈ ഒരു ആശയക്കുഴപ്പം? അതിന്റെ ടാക്ടിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞങ്ങളല്ല, അത് AICC തന്നെയാണ്. ഞങ്ങൾ ആദ്യമേ മുതൽ പറഞ്ഞ കാര്യമുണ്ട്, ഇറ്റ് ഈസ് അപ് ടു ദ AICC, ഇറ്റ് ഈസ് അപ് ടു ദ ഹൈക്കമാൻഡ് എന്ന് പലവട്ടം ഞാനും പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷെ അതൊന്ന് നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഈ ആശയക്കുഴപ്പം ഒഴിവാക്കായിരുന്നില്ല. അതിൽ കോൺഗ്രസിന്റെ ഒരു ചില വൈകുന്നതിന്റെ ഒരു ഡിലേ ടാക്ടിക്സും ഉണ്ട്. ഞാനും ചിന്തിക്കാറുണ്ട്, ദീപക് പറഞ്ഞ പോലെ ഞാനും ചിന്തിക്കാറുണ്ട് അത് എങ്ങനെയാണെന്ന്, എൻ്റെ ഒരു ടൈം ഫാക്ടർ. പക്ഷേ ഇത് കുഴപ്പമില്ല, ഈ ടൈം ഫാക്ടറിലും കുഴപ്പമൊന്നും. അതിലൊരു സ്ട്രാറ്റജി ഉണ്ടോ? അതിൽ സ്ട്രാറ്റജി ഉണ്ട്. നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാ മുകളിലിരിക്കുന്നവർ. ഈ ഖാർഗെജിയൊക്കെ വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻ അല്ലേ. രാഹുൽജിയും വളരെ വെൽ സ്റ്റഡീഡ് ഇഷ്യൂസിനെയും വ്യക്തികളെയും നമ്മുടെയൊക്കെ മനഃശാസ്ത്രം അറിയാം. ഈ അങ്ങുമായി വളരെ ആത്മബന്ധമുള്ളതാണ് കെ സുധാകരൻ. പിണക്കം മാറിയോ? ശരിക്കും ഒരു കണക്കും ഇല്ല. അദ്ദേഹം എന്റെ 4 പ്രാവശ്യം പറഞ്ഞത് അങ്ങുമായിട്ടല്ല, അങ്ങുമായി ആത്മബന്ധമാണെന്ന് എനിക്കറിയാം. മാത്രമല്ല എന്റെ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് KPC പ്രസിഡന്റ് നന്നായി കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ പൊതുവിൽ ഒരു മനസ്സിനൊരു വേദന ഉണ്ടായിരുന്നു, അത് മാറ്റാൻ പറ്റില്ല. കൺഫ്യൂഷൻ വന്നു, അത് പരിഹരിച്ചു. ആ വേദന മാറി. നിങ്ങളുണ്ടാക്കിയ കൺഫ്യൂഷൻ ഞങ്ങൾ പരിഹരിച്ചു. ഞങ്ങളല്ല, നിങ്ങൾ വൈകിപ്പിച്ചു. നിങ്ങൾ ഉണ്ടാക്കിയ കൺഫ്യൂഷൻ ഞങ്ങൾ പരിഹരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.